നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. 90കളിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പർദീസയായ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് പ്രതിവർഷം ടൺ കണക്കിന് സ്വർണമാണ് ഒഴുകിയത്. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തിയ കേസ് മൂലം സംസ്ഥാനം പുകയുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ദുബായ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാര കേന്ദ്രമാണ് എന്നത് അറിയാക്കഥയല്ല. ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളിൽ നിന്നും ശുദ്ധീകരണശാലകളിൽ നിന്നുമാണ് സിംഹഭാഗവും എത്തിച്ചേർന്നത്. ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം കേരളത്തിലെത്തിയത് 60 ടൺ, അതായത് 60,000 കിലോ സ്വർണമാണ്. ഇത് ഇന്ത്യയിലെ ഉപയോഗത്തിന്റെ 10%. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3% മാത്രമുള്ള മലയാളികളാണ് ഈ 10% വാങ്ങുന്നത്. കള്ളക്കടത്ത് വഴി കേരളത്തിലെത്തിയത് ഇതിലും ഏറെയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് വ്യാപ്തി നാം തിരിച്ചറിയുന്നത് പോലും. എന്നാൽ പ്രവാസികൾക്ക് ബാഗേജ് നിയമം അനുസരിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണവും, അതായത് 3.5 പവനോളം സ്വർണവും, പുരുഷന്മാർക്ക് 50,000 രൂപ, അതായത് 1.5 പവനോളം വിലമതിക്കുന്ന സ്വർണവുമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാനാവുക. ബിസ്ക്കറ്റായോ നാണയമായിട്ടോ 1 കിലോ സ്വർണമാണ് പ്രവാസികൾക്ക് കൊണ്ടുപോകാനാവുക. എന്നാൽ 6 മാസത്തിനകം മടങ്ങുന്ന പ്രവാസിയാണെങ്കിൽ 36% നികുതിയും നൽകണം. അതേസമയം കച്ചവടക്കാർക്ക് 2 തരത്തിലുള്ള ലാഭമാണ് ഇതിലൂടെ ഉള്ളത്. ഔദ്യോഗിക മാർഗങ്ങളിൽ കൂടി ഇറക്കുമതി ചെയ്ത സ്വർണം ഉപയോഗിക്കുമ്പോൾ 12.5% ഇറക്കുമതി തീരുവയും നൽകണം. അതോടൊപ്പം തന്നെ ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിയമപരമായി കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന വിലയിലെ അന്തരം വളരെ വലുതാണ്. എന്നാൽ കള്ളക്കടത്തിൽ കൂടി കൊണ്ടുപോകുന്ന സ്വർണം കൊണ്ട് ആഭരണമുണ്ടാക്കിയാൽ ജ്വല്ലറികളുടെ ലാഭം 10 മടങ്ങാണ് കിട്ടുന്നത്. കള്ളക്കടത്ത് വ്യാപകമാകുന്നതിന്റെ പ്രസക്തി ഇവിടെയാണ്. കള്ളക്കടത്ത് സ്വർണം ആഭരണമാക്കി മാറ്റപ്പെടുന്നത് ചെറുകിട നിർമ്മാണശാലകളിലാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ചെറുകിട ആഭരണ നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ നിർമ്മാണശാലകളാണ് ജ്വല്ലറികൾക്ക് ബില്ലടിക്കാതെ വിൽക്കാനുള്ള സ്വർണം എത്തിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.